നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 77.10% പോളിംഗ് പൂർത്തിയായി. തൃശൂർ അതിരൂപത മുൻ വികാരി ജനറൽ റവറന്റ് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടിന്റെ സംസ്കാര ചടങ്ങുകൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു. പാലിയേക്കര ടോൾ പ്ലാസയിൽ പണം നേരിട്ട് വാങ്ങിയുള്ള ടോൾ പിരിവ് പൂർണ്ണമായും ഒഴിവാക്കി. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ അകമലയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലേക്കും സമീപത്തെ വഴിവാണിഭ കേന്ദ്രത്തിലേക്കും ഇടിച്ചു കയറി. ത്രിദിന യാത്രാ മൊബൈൽ ഫോട്ടോ പ്രദർശനവും മത്സരവും യാത്രിക സംഗമവും കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 77.10% പോളിംഗ് പൂർത്തിയായി. മണ്ഡലം തിരിച്ചുള്ള പോളിംഗ് നില ചേലക്കര 78.89%, വടക്കാഞ്ചേരി 79.61%, ഒല്ലൂർ 79.60%, തൃശൂർ 75.70%, പുതുക്കാട് 78.98%. തൃശൂർ ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാത്രി 9:15 വരെ 77.10% പോളിംഗ് പൂർത്തിയായി. പ്രചരണത്തിന്റെ ആവേശം പോളിംഗിലും പ്രതിഫലിച്ചതോടെ 3 മുന്നണികളും പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ആശങ്കയിലാണ് കേരളം. തിരിച്ചുവരുന്നു എന്ന ആശ്വാസമാണ് UDF-ന്. ഭരണവിരുദ്ധ വികാരം, ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ, ശബരിമല സ്വർണ്ണക്കൊള്ള, സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ എന്നിവ UDF അനുകൂല ഘടകമായി കരുതുന്നു. പുറമെ പറയുന്നില്ലെങ്കിലും കഴിഞ്ഞ തവണ 67 സീറ്റ് ജയിച്ച CPM-ന് അത്രയും സീറ്റ് നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയില്ല. എങ്കിലും 45-50 സീറ്റ് വരെ ഉറച്ച പ്രതീക്ഷയുണ്ട്. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ 20% വോട്ടുകൾ നേടിയ NDAക്ക് ഇത്തവണത്തെ പ്രതീക്ഷ 30% വോട്ടാണ്. 31 സീറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന NDA 11 സീറ്റ് നേടും എന്ന പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. എല്ലാം മെയ് 4-ന് അറിയാം. തൃശൂർ അതിരൂപത മുൻ വികാരി ജനറൽ റവറന്റ് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടിന്റെ സംസ്കാര ചടങ്ങുകൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെയും നഴ്സിംഗ് കോളേജിന്റെയും പ്രഥമ ഡയറക്ടറും കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറത്തിന്റെ സ്ഥാപകനും തൃശൂർ അതിരൂപത മുൻ വികാരി ജനറലുമായ റവറന്റ് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് 2026 ഏപ്രിൽ 8 ബുധനാഴ്ച വൈകിട്ട് 4:24 അന്തരിച്ചത്. രോഗാവസ്ഥയെ തുടർന്ന് തൃശൂർ സെന്റ് ജോസഫ് വൈദിക മന്ദിരത്തിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. 2026 ഏപ്രിൽ 9 വ്യാഴം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് അഭിവന്ദ്യ മാർ ബോസ്കോ പുത്തൂർ പിതാവിന്റെ കാർമ്മികത്വത്തിൽ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി ചാപ്പലിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വൈകിട്ട് 4 മണി മുതൽ ജൂബിലി മിഷൻ ആശുപത്രിയിലും തുടർന്ന് വൈകിട്ട് 6 മണി മുതൽ തൃശൂർ ബെന്നറ്റ് റോഡിൽ സേക്രഡ് ഹാർട്ട് സ്കൂളിന് പുറകുവശത്തുള്ള തറവാട്ട് ഭവനത്തിലും ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരുന്നു. മൃതസംസ്കാര ശുശ്രൂഷകളുടെ ആദ്യ ഭാഗം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 1 മണിക്ക് അഭിവന്ദ്യ മാർ ടോണി നീലങ്കാവിൽ പിതാവിന്റെ കാർമ്മികത്വത്തിൽ വീട്ടിൽ നടത്തി. തുടർന്ന് ഭൗതിക ശരീരം തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവൻ ബസലിക്ക ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് വിശുദ്ധ കുർബാനയോട് കൂടിയുള്ള മൃതസംസ്കാര ശുശ്രൂഷയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ അഭിവന്ദ്യ മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തി. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് അനുശോചന സന്ദേശം നൽകി. ചടങ്ങുകൾക്ക് ശേഷം ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന് നൽകി. സംസ്കാര ചടങ്ങിൽ നിരവധി സഭാ മേലധ്യക്ഷന്മാരും വൈദികരും സന്യസ്തരും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും സമൂഹത്തിലെ വിവിധ കലാ സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു. തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസലിക്കയിലെ ഇടവകയിലെ ആലപ്പാട്ട് ആന്റണി റോസി ദമ്പതികളുടെ മകനായി 1953 ഒക്ടോബർ 10 അദ്ദേഹം ജനിച്ചു. 1995 ഡിസംബർ 27 മാർ ജോസഫ് കുണ്ടുകുളം പിതാവിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു. പാവറട്ടെ ഇടവകയിൽ സഹവികാരിയായി പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ച അദ്ദേഹം ഇരവിമംഗലം, കണ്ണംകുളങ്ങര, വിജയപുരം, കോളങ്ങാട്ടുകര, നെഹ്റു നഗർ ഇടവകകളിൽ വികാരിയായും സേവനം ചെയ്തു. ജൂബിലി മിഷൻ ആശുപത്രിയുടെ അമരക്കാരനായി 12 വർഷത്തോളം സേവനം ചെയ്ത അദ്ദേഹം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ് എന്നിവയുടെ സ്ഥാപകനും പ്രഥമ ഡയറക്ടറുമായിരുന്നു. തൃശൂർ അതിരൂപതയുടെ വികാരി ജനറൽ
അതിരൂപതയുടെ സാമൂഹ്യക്ഷേമ വിഭാഗമായ സാന്ത്വനം ഡയറക്ടർ, ഏങ്ങണ്ടിയൂർ MI ആശുപത്രി ഡയറക്ടർ, പാവറട്ടി സാന്റ് ജോസ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ എന്നീ നിലകളിലും സേവനം ചെയ്തിട്ടുണ്ട്. അതിരൂപത ആലോചനാ സമിതി, പാസ്റ്ററൽ കൗൺസിൽ, വൈദിക സമിതി, ഫിനാൻസ് കൗൺസിൽ എന്നിവയിൽ അംഗവുമായിരുന്നു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടിയതിനു ശേഷം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പഠനം പൂർത്തിയാക്കി. സഹൃദയ ഐ സൊസൈറ്റി ജില്ലാ പ്രസിഡന്റ്, ആക്സ് വൈസ് പ്രസിഡന്റ്, തൃശ്ശൂർ പെരൂർ സത്സംഗിന്റെ രക്ഷാധികാരി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി, ഓട്ടിസം സൊസൈറ്റി എന്നിവയുടെ രക്ഷാധികാരി എന്നീ നിലകളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള JCC യങ്മൻ അവാർഡ്, കേരള സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സോഷ്യൽ സർവീസ് അവാർഡ്, വിശിഷ്ട സേവ അവാർഡ്, റോട്ടറി ക്ലബിന്റെ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ്, രാഷ്ട്രരത്ന അവാർഡ്, ജൂനിയർ ചേംബർ ഓഫ് കൊമേഴ്സ് അവാർഡ്, കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറത്തിന്റെ ഗവർണർ അവാർഡ്, കർമ്മശ്രേഷ്ഠ അവാർഡ്, മർച്ചന്റ്സ് അസോസിയേഷന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് അവാർഡ്, കേരള സഭാപത്രത്തിന്റെ കേരള സഭാരത്നം അവാർഡ്, ശക്തൻ തമ്പുരാൻ അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള അദ്ദേഹം 50-ലധികം പുസ്തകങ്ങൾ രചിക്കുകയും നിരവധി റേഡിയോ, TV പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആതുര ശുശ്രൂഷയെ ജീവന തുല്യം സ്നേഹിച്ച ആലപ്പാട്ട് അച്ഛൻ്റെ ആഗ്രഹപ്രകാരം മരണശേഷം അച്ഛൻ്റെ കണ്ണുകൾ ജൂബിലി മിഷൻ നേത്ര ബാങ്കിലേക്കും മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം ഭൗതിക ശരീരം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനും ദാനം ചെയ്യുന്നു. ഫ്രാൻസിസ് ആലപ്പാട്ട് അച്ഛൻ 2025 ഫെബ്രുവരി മുതൽ സെന്റ് ജോസഫ് വൈദിക മന്ദിരത്തിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. ജോൺസൺ, മേരി എന്നിവർ സഹോദരങ്ങളാണ്. പാലിയേക്കര ടോൾ പ്ലാസയിൽ പണം നേരിട്ട് വാങ്ങിയുള്ള ടോൾ പിരിവ് പൂർണ്ണമായും ഒഴിവാക്കി. വെള്ളിയാഴ്ച മുതൽ ഫാസ്ടാഗ് മുഖേന അല്ലെങ്കിൽ UPI ഇടപാടുകളിലൂടെ മാത്രമായിരിക്കും ടോൾ അടയ്ക്കാൻ സാധിക്കുക. പാലിയേക്കര ഉൾപ്പെടെയുള്ള ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ ഇനി മുതൽ പണമായി ടോൾ തുക സ്വീകരിക്കില്ല. ഏപ്രിൽ 10 മുതൽ പുതിയ പരിഷ്കാരം നിലവിൽ വന്നു. ഇതോടെ ടോൾ പിരിവ് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുകയാണ്. ടോൾ അടയ്ക്കാൻ ഫാസ്ടാഗ് അല്ലെങ്കിൽ UPI മാത്രമേ ഇനി ഉപയോഗിക്കാൻ കഴിയൂ. എല്ലാ വാഹനങ്ങളിലും പ്രവർത്തനക്ഷമമായ ഫാസ്ടാഗ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. ഫാസ്ടാഗ് ഇല്ലെങ്കിലും പ്രവർത്തനക്ഷമമല്ലെങ്കിലും യാത്രക്കാർക്ക് UPI വഴിയും പണമടയ്ക്കാം. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ ടോൾ തുകയുടെ 25% തുക അധികമായി നൽകേണ്ടി വരും. ഉദാഹരണത്തിന്, കാർ യാത്രയ്ക്ക് ഫാസ്ടാഗ് വഴി ഒരു വശത്തേക്ക് നിലവിൽ 90 രൂപയാണ് ടോൾ ഫീസ്. ഇത് UPI സംവിധാനം വഴിയാണെങ്കിൽ വെള്ളിയാഴ്ച മുതൽ 112 രൂപ 50 പൈസ അടയ്ക്കേണ്ടി വരും. ടോൾ പ്ലാസകളിൽ പണം നൽകാനായി വാഹനങ്ങൾ കാത്തു നിൽക്കുന്നത് വലിയ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. ഡിജിറ്റൽ പേയ്മെന്റ് ആകുന്നതോടെ വാഹനങ്ങൾക്ക് വേഗത്തിൽ കടന്നുപോകാൻ സാധിക്കുമെന്നും ചില്ലറ പൈസയെ ചൊല്ലിയും മറ്റും ടോൾ ബൂത്തുകളിൽ ജീവനക്കാരും യാത്രക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ ഇല്ലാതാക്കാനും ഇത് സഹായിക്കുമെന്നും ടോൾ അധികൃതർ പറയുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരാണെന്നുള്ള ID കാർഡുകൾ കാണിച്ച് സ്വകാര്യ വാഹനത്തിന് നേടിയിരുന്ന ടോൾ ഇളവുകളും ഇനി മുതൽ നൽകില്ലെന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. പ്രത്യേക ഫാസ്ടാഗ് പതിപ്പിച്ചിട്ടുള്ള ഔദ്യോഗിക വാഹനങ്ങൾക്ക് മാത്രമേ ഇനി ടോൾ ഇളവിന് യോഗ്യതയുണ്ടാകൂ. ടോൾ ഇളവുകളുടെ ദുരുപയോഗം കുറയ്ക്കുന്നതിനും ടോൾ പ്ലാസകളിലെ തർക്കങ്ങൾ ഒഴിവാക്കാനുമാണ് ഈ നിർദ്ദേശം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ അകമലയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലേക്കും സമീപത്തെ വഴിവാണിഭ കേന്ദ്രത്തിലേക്കും ഇടിച്ചുകയറി. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്നലെ പുലർച്ചെ 2:00-ഓടെയാണ് അപകടമുണ്ടായത്. മിണാലൂർ അത്താണി കൊച്ചുപറമ്പിൽ വീട്ടിൽ ബിജു ജോർജ് ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് നിന്നും തൃശൂരിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടമുണ്ടായത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നാണ് നിഗമനം. പാലക്കാട് മുണ്ടൂർ പ്രിസൈഡിംഗ് ഓഫീസറായിരുന്നു ബിജു ജോർജ്. ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരുമ്പോഴായിരുന്നു സംഭവം. അകമല പത്മനാഭ ഹോട്ടലിന് സമീപം വെച്ച് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലേക്കും റോഡരികിലെ മൺചട്ടി വിൽപ്പന കേന്ദ്രത്തിലേക്കും ഇടിച്ചുകയറി സമീപത്തെ മതിലും തകർത്താണ് നിന്നത്. KSEBയുടെ 2 പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട്. രാത്രി സമയമായതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ചെറുതുരുത്തി CIയും ഹൈവേ പോലീസും ചേർന്ന് മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. KSEB അധികൃതരെത്തി ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന പാതയിൽ ഭാഗികമായി ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. വടക്കാഞ്ചേരി SI ഹുസൈനാരുടെ നേതൃത്വത്തിലുള്ള ഹൈവേ പോലീസ് സംഘം മേഖലയിൽ ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്. യാത്ര എന്ന യാത്രക്കാരുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന യാത്രായാത്രികം 2026 ത്രിദിന യാത്രാ മൊബൈൽ ഫോട്ടോ പ്രദർശനവും മത്സരവും യാത്രിക സംഗമവും കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. പ്രദർശനമേള ആകാശവാണി പ്രോഗ്രാം അനൗൺസർ YS പൗർണമി ഉദ്ഘാടനം ചെയ്തു.
168 യാത്രികരുടെ 400ഓളം യാത്രാ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. സംഘാടക സമിതി ചെയർമാൻ കെ വിജയരാഘവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോർഡിനേറ്റർ രാജൻ തലൂർ ആമുഖ പ്രഭാഷണം നടത്തി. യാത്രയോടൊപ്പം കൂടുതൽ യാത്രകൾ ചെയ്ത സലീം ടി മാത്യൂസ്, ടി എ തങ്കം, കെ പി സുമ എന്നീ യാത്രികരെ ആദരിച്ചു. ജഷിൽ പാലത്തിങ്കൽ, ബിന്ദു വാലിപ്പറമ്പിൽ, ലില്ലി തോമസ്, കെ വി രാമകൃഷ്ണൻ, എം ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. പ്രദർശനം 12-ന് സമാപിക്കും. സമാപന സമ്മേളനം 12-ന് വൈകിട്ട് 4-ന് ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്യും. സുനിൽ സുഗത സമ്മാനദാനം നിർവഹിക്കും. പ്രദർശനത്തിൽ പ്രവേശനം സൗജന്യമാണ്. ആകാശവാണി പോലുള്ളൊരു മാധ്യമം മാഷ് പറഞ്ഞതുപോലെ പണ്ട് ഒറ്റയ്ക്കായിരുന്നു, അതുകൊണ്ട് മത്സരമുണ്ടായിരുന്നില്ല. ഇന്ന് മത്സരം ഏറെയുണ്ട്. കോവിഡാനന്തര കാലത്ത് ഒരുപക്ഷെ ആളുകൾ ഏറ്റവും കൂടുതൽ അഭിരമിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ യാത്രയിലാണ് എന്ന് നമുക്ക് പറയാം. അത്ര കണ്ട് യാത്രാ സംഘങ്ങളും യാത്രാ റെയിലുകളും ഒക്കെയുള്ള കാലമാണ്. പുതിയ പുതിയ സ്ഥലങ്ങൾ തേടി പുതിയ പുതിയ കാഴ്ചകൾ കണ്ട് ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാൻ നമുക്കൊക്കെ കഴിയുന്നു. അതുപോലെ തന്നെ ഓരോ യാത്രയും ഒരു ഫ്രെയിമെങ്കിലും നമ്മുടെ മനസ്സിലൊക്കെ നൽകാതെ പോകുക. ആ മനോഹര ഫ്രെയിമുകൾ ഇവിടെ ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത് കാണുമ്പോൾ കൂടുതൽ സന്തോഷം തോന്നുന്നു. എന്തായാലും നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്ത ആളുകളാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ജീവിതത്തിലെ ഒരു നാൾ മാത്രം വായിച്ചവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. യാത്ര ചെയ്യാത്തവർ ജീവിതത്തിന്റെ ഒരു നാൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് തികച്ചും അന്വർത്ഥമാണ് എന്ന് ഓർമ്മപ്പെടുത്തിയത് ഈ വർഷത്തെ യാത്രായാത്ര നന്ദി. നമ്മളിതിൽ 3 വിഭാഗം ഇവിടെ പ്രദർശനത്തിൽ കാണാൻ സാധിക്കും. ഒന്ന് നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ 52 യാത്രകളുടെ ഒരു ക്രമപ്പെടുത്തിയിട്ടുള്ള പോസ്റ്റേഴ്സാണ് നമ്മൾ പേര് വരുന്നതാണ്. രണ്ടാമത് നമ്മൾ യാത്രാപഥം എന്നുള്ള യാത്ര സംഘടിപ്പിച്ച യാത്രയിലെ ഫോട്ടോസാണ്. യാത്രാപഥം എന്നുള്ള ഈ ഒരു ഭാഗങ്ങൾ കാണാൻ സാധിക്കും. മൂന്നാമത്തെ ജനവിഭാഗം പൊതുവായിട്ടുള്ള ജനങ്ങൾ യാത്ര. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്.
കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. ഇനി LDF സർക്കാർ 23 ദിവസം കാവൽ സർക്കാർ മാത്രമായിരിക്കും. നയപരമായ യാതൊരു തീരുമാനങ്ങളും എടുക്കാൻ പാടില്ല. എല്ലാ പ്രധാന തീരുമാനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ആവശ്യമാണ്. മെയ് 4 വോട്ടെണ്ണൽ നടക്കുന്നതോടെ മെയ് 6 വരെ പെരുമാറ്റച്ചട്ടം നീളും. വോട്ടെണ്ണലിന്റെ അന്നോ പിറ്റേ ദിവസമോ പുതിയ നിയമസഭാംഗങ്ങളെ വിജ്ഞാപനം ചെയ്യുന്നതോടെ നിലവിലെ നിയമസഭ ഇല്ലാതാകും. LDF സർക്കാരിന് തുടർ ഭരണം ലഭിച്ചാലും മുഖ്യമന്ത്രി ഗവർണർക്ക് രാജി സമർപ്പിക്കും. പിന്നീടാണ് പുതിയ സർക്കാർ രൂപീകരിക്കുക. ഇനി UDFനാണ് ഭൂരിപക്ഷമെങ്കിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് അക്കാര്യം ഗവർണറെ അറിയിക്കും. അതിവേഗം അധികാരം ഏറ്റെടുക്കാനായിരിക്കും പുതിയ സർക്കാർ തീരുമാനിക്കുക. മെയ് 23 വരെയാണ് ഈ സർക്കാരിന്റെ കാലാവധി. മന്ത്രിസഭ രൂപീകരിച്ച ശേഷം ചേരുന്ന നിയമസഭയിൽ പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. വോട്ടെണ്ണലിന് മുൻപ് ഓഫീസിൽ നിന്നും പ്രധാന രേഖകൾ നീക്കാൻ മന്ത്രിമാർക്ക് ഈ നീണ്ട ഇടവേള അവസരം നൽകും. ഇനി കാര്യമായ അധികാരങ്ങളൊന്നുമില്ലാതെയാകും LDF സർക്കാർ പ്രവർത്തിക്കുക. മന്ത്രിസഭ ചേരാമെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ആവശ്യമാണ്. ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ തടസ്സമില്ല, എന്നാൽ അനുമതി വേണം. വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും ഔദ്യോഗിക വസതികളിൽ താമസിക്കുന്നതിന് മന്ത്രിമാർക്ക് തടസ്സമില്ല. എല്ലാ ഫയലുകളും അനുമതിക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയക്കുന്നത് ഒഴിവാക്കാൻ പൊതുഭരണ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സമിതിയെ സർക്കാർ നിയമിച്ചിട്ടുണ്ട്. കമ്മീഷന്റെ അനുമതി ആവശ്യമില്ലാത്ത ഫയലുകൾക്ക് ഈ സമിതി പച്ചക്കൊടി കാട്ടും. ഇത് ഫയൽ നീക്കം സുഗമമാക്കും. അടുത്ത മാസം 10,000-ഓളം സർക്കാർ ജീവനക്കാർ വിരമിക്കുന്നുണ്ട്. ഇതിൽ പലരുടെയും അവസാന സ്ഥാനക്കയറ്റം കമ്മീഷന്റെ അനുമതിയില്ലാതെ തന്നെ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ബൂത്തുകൾ സന്ദർശിച്ച് LDF സ്ഥാനാർത്ഥി കെ രാജൻ. ഒല്ലൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാജൻ രാവിലെ 8 മണിക്ക് അന്തിക്കാട് ഹൈസ്കൂളിൽ വോട്ട് ചെയ്തതിന് ശേഷം മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും സന്ദർശനം നടത്തി. കഴിഞ്ഞ 10 വർഷം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാണ് ജനങ്ങൾക്കിടയിൽ വോട്ട് ചോദിച്ചത്. LDFന്റെയും പോഷക സംഘടനകളുടെയും എണ്ണയിട്ട യന്ത്രം പോലെയുള്ള പ്രവർത്തനം നടത്തിയത് വിജയം ഉറപ്പാണെന്നും കെ രാജൻ പറഞ്ഞു. നമസ്കാരം. തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. എന്താണ്, അതായത് കഴിഞ്ഞ 2 തവണ ഒല്ലൂരിൻ്റെ ജനകീയനായ MLA, 2 തവണ, ഒരു തവണ മന്ത്രി, പിന്നെ എന്തുകൊണ്ട് ഒല്ലൂരിന് വീണ്ടും രാജൻ? അല്ല, നാട്ടുകാർ പറയേണ്ട ഉത്തരവാണത്. അവരുത്തരം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. ഇവിടെ നടന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, ജനങ്ങളുമായി കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ള ഒരാത്മബന്ധം, അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ അവരുടെ കൂടപ്പുറപ്പിനെ പോലെ, വീട്ടുകാരനെ പോലെയുള്ള ഇടപെടൽ, ഇതെല്ലാം കൊണ്ട് ഒല്ലൂർ എൻ്റെ തറവാട് പോലെ പ്രിയപ്പെട്ട ഒരു നാടാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഈ മണ്ഡലത്തിൽ അമ്മമാരുടെ മനസ്സിലൊരു റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ആ റേഷൻ കാർഡിൽ എൻ്റെ പേരുണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അത്രമേൽ ആളുകളുമായി പേരെടുത്ത് വിളിച്ച് പറയാവുന്ന സൗഹൃദമുള്ള ഒരാളെന്ന നിലയിൽ ആ സൗഹൃദങ്ങൾ എല്ലാം വളരെ സ്നേഹപൂർവ്വം അവരിൽ ഒരാൾ മത്സരിച്ചതുപോലെ പ്രതികരിക്കുകയുണ്ടായി. ഇന്ന് വികസന പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ എത്ര നിഷേധിച്ചാലും, ഇപ്പോൾ വേണമെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ 6 മണിയല്ല എന്ന് വാദിക്കാം, ഈ നിൽക്കുന്ന സുദേവനല്ല എന്ന് ഉറപ്പിക്കാം, ഇത് രജീഷ് അല്ല എന്ന് വാദിക്കാം. പക്ഷെ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊളിറ്റിക്കൽ മെഷീനറി, സംഘടനാ മെഷീനറി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വോട്ടിംഗ് ശതമാനം കൂടുതലുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ. കാരണം SIR ഉണ്ടായതോടുകൂടി, അതിതീവ്ര പരിശോധന നടത്തി വോട്ടർ പട്ടിക വന്നതോടുകൂടി നിലവിലുള്ള വോട്ടർ പട്ടികയിൽ ഒരുപാട് പേരുകൾ കൊഴിഞ്ഞുപോയി. ഉദാഹരണത്തിന് 2,16,000-ഓളം
മെമ്പർമാർ ഉണ്ടായിരുന്ന വോട്ടർ പട്ടിക 1,88,000 കുറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഓരോ ബൂത്തുകളിലും പ്രകടമായി കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ വോട്ട് ചെയ്തില്ല എന്ന് പറയുന്ന ഒരു വലിയ ശതമാനം മരണപ്പെട്ടവരും വിദേശത്തുള്ളവരും ആധികാരികത കാണിക്കാൻ പറ്റാത്തവരുമാണെന്നൊക്കെ ഉള്ള കാരണങ്ങളാൽ തള്ളപ്പെട്ട സാഹചര്യത്തിൽ ഏതാണ്ട് കറക്റ്റായിട്ടുള്ള ഒരു വോട്ടർ പട്ടികയായിരിക്കും ഇപ്പോൾ ഉള്ളത്. ചിലത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടാവുള്ളൂ. അങ്ങനെ പരാതിയുണ്ട്. പലരും ന്യായമായ കാരണങ്ങൾ ഉണ്ടായിട്ടും BLO മാർക്ക് കണ്ടെത്താൻ പറ്റാത്തതും വോട്ട് ചേർക്കുക എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ച ഏറ്റവും കഠിനമായിട്ടുള്ള പ്രവർത്തനത്തിൽ പറ്റാത്തതുമായിട്ടുള്ള ആളുകൾ വിട്ടുപോയതൊഴിച്ചാൽ ഇതിലുള്ളതൊക്കെ പക്കയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വോട്ടിംഗ് ശതമാനം കൂടും. ഈ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ജനകീയതയും 10 വർഷം കൊണ്ട് നേടിയെടുത്ത വികസന പ്രവർത്തനങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങളെടുത്ത് വോട്ട് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും 10 വർഷക്കാലമായി ഞാനിവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമോ സംഘടനാ പ്രവർത്തനമോ നടത്തില്ല, അതിനോടൊപ്പം ജീവിക്കുകയായിരുന്നു. വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഓരോ വർഷവും 5 വർഷക്കാലത്ത് പ്രവർത്തന പരിപാടി തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് 5 വർഷത്തെ പരിപാടി അടുത്ത 5 വർഷത്തേക്ക് തുടർച്ച ഉണ്ടാക്കാനുള്ളതായിരുന്നു. ഇപ്പൊ 2031 വരെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പരിപാടി 31 ശേഷം ഒരു തുടർ ഭരണാധികാരിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പം അതുകൊണ്ട് വികസനത്തെക്കുറിച്ച് വളരെ ദീർഘമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. അത് നല്ലൊരു ശതമാനം ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റി. എന്നാൽ എത്താൻ പറ്റാത്ത ചിലതുണ്ടാകാം. നമ്മൾ തുടങ്ങി വെച്ചതും നിശ്ചയിച്ചതും സാങ്കേതിക കാരണങ്ങളാൽ പോയതുമൊക്കെ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാകാം. അതിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ബനാന ഹണി പാർക്ക്, അത് സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെന്റിന്റെ കാലത്ത് ആ ഭൂമി ഏറ്റെടുത്തു, അവിടെ പിന്നെ പണി ആരംഭിച്ചു, കെട്ടിടം പൂർത്തീകരിച്ചു, അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കിയാൽ ബനാനയുടെയും ഹണിയുടെയും വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ അത് വിൽക്കാനൊരു കമ്പനി വേണം എന്ന പ്രശ്നം വന്നു. ക്യാപ്കോ എന്നൊരു കമ്പനി രൂപീകരിക്കാനുള്ള സമയമുണ്ടായി. കേരള അഗ്രോ ബിസിനസ് കമ്പനി രൂപീകരിച്ചു. കേരള അഗ്രോ ബിസിനസ് കമ്പനി രൂപീകരിച്ചപ്പോൾ ആ കമ്പനിക്ക് ഈ സ്ഥലം വിട്ടുകൊടുക്കേണ്ട പ്രശ്നമുണ്ടായി. ഇപ്പോൾ ആ സ്ഥലം വിട്ടുകൊടുത്തു. EOയെ ക്ഷണിച്ച് നമ്മുടെ ഊരാളെങ്കിലും ഇസാഫും ഉൾപ്പെടെ 4 ബിഡുകൾ വന്നു. അതിലൊരു ബിഡിനെ അവർ തെരഞ്ഞെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും കോഡ് ഓഫ് കോണ്ടക്ട് വന്നു. ജൂൺ മാസം മുതൽ എന്തുണ്ടായാലും അവരത് പ്രവർത്തനക്ഷമമാക്കും. അപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ ചിലത് ആകിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള പ്രശ്നം ഒഴിച്ചാൽ നല്ലൊരു ശതമാനം കാര്യം അങ്ങനെ പ്ലാൻ ചെയ്ത് നടപ്പാക്കാൻ കഴിഞ്ഞു. അതുണ്ടാക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ജനാധിപത്യപരമായി തന്നെ കണ്ടു എന്നുള്ളതിൽ വളരെ സന്തോഷം. ഇന്ന് എല്ലാ മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും പോയി സന്ദർശനം നടത്തി. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയൊരു വിഭാഗം തന്നെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒല്ലൂർ നിയോജകമണ്ഡലത്തിലെ സ്ഥിതി എന്തായിരിക്കും?
രാഷ്ട്രീയമല്ല, അതുകൊണ്ട് ആളുകൾ ഇത് സ്വീകരിക്കും. വന്യം എന്ന പേരിലുള്ള പലവകയുടെ 11ാം വാർഷികം 12-ന് വൈകുന്നേരം 5 മണിക്ക് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഏപ്രിൽ 12 മുതൽ 19 വരെ വിവിധ ചിത്രശില്പ പ്രദർശനങ്ങൾ പലവകയിൽ നടക്കും. പലവക സംഘടനയിലെ കുട്ടികൾ സൃഷ്ടിച്ച ചിത്രങ്ങളും ചുട്ട കളിമൺ ശില്പങ്ങളും വൈവിധ്യമാർന്ന കലാസൃഷ്ടികൾ പ്രദർശനം നടത്തും. പ്രശസ്ത കലാചിത്രകാരൻ ചന്ദ്രൻ TV മുഖ്യാതിഥിയായി പങ്കെടുക്കും. പരിപാടി കലാപ്രേമികൾക്ക് ശ്രദ്ധേയമായ അനുഭവമായി മാറുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പലവക എ ആദർശ്, അഹാൻ, ജോൺട്രി റേ, അഭിരാം അനിൽ എന്നിവർ പങ്കെടുത്തു. സ്വർണ്ണവില വീണ്ടും ഉയർന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം 2 തവണ വില ഉയർന്നതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയും വിപണിയിൽ വില വർദ്ധിച്ചത്. പുതിയ കണക്കുകൾ പ്രകാരം 22 കാരറ്റ് സ്വർണത്തിന് പവന് 600 രൂപയും ഗ്രാമിന് 75 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 1,12,200 രൂപയായി ഉയർന്നു. ഗ്രാമിന് 14,025 രൂപ എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. ഫിയാത്ത് മിഷൻ സംഘടിപ്പിക്കുന്ന 7ാമത് ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ ഏപ്രിൽ 13 മുതൽ 19 വരെ തൃശൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. മിഷൻ എക്സിബിഷൻ, മിഷൻ ട്രെയിനിംഗ്, മിഷൻ ഗാദറിംഗ് എന്നിങ്ങനെ 3 പ്രധാന വിഭാഗങ്ങളിലായി ഈ വർഷത്തെ GGM നടത്തും. ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമുള്ള വിവിധ മിഷൻ കേന്ദ്രങ്ങൾ നടത്തുന്ന എക്സിബിഷൻ സ്റ്റാളുകൾ പ്രധാന ആകർഷണമാണ്. വൈദികരും സന്യസ്തർക്കും ആത്മായർക്കും കുട്ടികൾക്കുമായി വ്യത്യസ്ത മിഷൻ കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഏപ്രിൽ 13 മുതൽ 17 വരെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 കുട്ടികൾക്കായി ക്രമീകരിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8075322204 എന്നീ നമ്പറിൽ ബന്ധപ്പെടാം. വാർത്താ സമ്മേളനത്തിൽ പോളി തോമസ്, ഷാജി പറമ്പൻ, ജോസ് ഓലിക്കൽ, തോമസ് ആലപ്പാട്ട് എന്നിവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക്. വ്യക്തിവൈരാഗ്യത്താൽ മധ്യവയസ്കനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച കാപ്പ കേസ് പ്രതി പിടിയിൽ. സ്റ്റേഷൻ റൌഡിയും 2024-ലും 2025-ലും കാപ്പ പ്രകാരം നാടുകടത്തിയ പ്രതിയും കാപ്പ പ്രകാരം ജയിലിലടയ്ക്കാനുള്ള നടപടി നടന്നുവരുന്നതും 5 വധശ്രമ കേസടക്കം 10 ക്രിമിനൽ കേസുകളിലെ പ്രതിയുമാണ് സലോഷ് ഐക്കരക്കുന്ന്. റേഷൻ കടയ്ക്ക് സമീപം വെച്ച് മധ്യവയസ്കനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്റ്റേഷൻ റൌഡിയായ വേളൂക്കര വില്ലേജ് ഡോക്ടർപടി സ്വദേശി ചെമ്പറമ്പത്ത് വീട്ടിൽ 31 വയസ്സുള്ള സലോഷാണ് പിടിയിലായത്. കോലോത്തുംപടി കളത്തേരി വീട്ടിൽ സുരേഷ് എന്നയാൾക്കാണ് കുത്തേറ്റത്. കട്ടിലപ്പുവം കളപ്പുരയിൽ ഷാജി ഭാര്യ പ്രിൻസി നിര്യാതയായി. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തെക്കേമഠം റോഡ് ലക്ഷ്മി അപ്പാർട്ട്മെന്റിൽ അമ്പലത്ത് വീട്ടിൽ നിര്യാതനായ പണിക്കവീട്ടിൽ ദാമോദര മേനോൻ ഭാര്യ
കണ്ണമ്പള്ളി ഭാനുമതിയമ്മ നിര്യാതിയായി. 87 വയസ്സായിരുന്നു. സംസ്കാര കർമ്മം ഏപ്രിൽ 11 രാവിലെ 8 മണിക്ക് പാറമേക്കാവ് ഷാദിഘട്ടിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 77.10% പോളിംഗ് പൂർത്തിയായി. തൃശൂർ അതിരൂപത മുൻ വികാരി ജനറൽ റവറൻ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടിന്റെ സംസ്കാര ചടങ്ങുകൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു. പാലിയേക്കര ടോൾ പ്ലാസയിൽ പണം നേരിട്ട് വാങ്ങിയുള്ള ടോൾ പിരിവ് പൂർണ്ണമായും ഒഴിവാക്കി. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ അകമലയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലേക്കും സമീപത്തെ വഴിവാണിഭ കേന്ദ്രത്തിലേക്കും ഇടിച്ചു കയറി. ത്രിദിന യാത്രാ മൊബൈൽ ഫോട്ടോ പ്രദർശനവും മത്സരവും യാത്രിക സംഗമവും കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.